യെസ്, മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 36 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ 5 ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഇപ്പോൾ റിവീൽ ചെയ്യാണ്. ആദ്യം ക്വസ്റ്റ്യൻ പറയുന്നു, അത് കഴിഞ്ഞിട്ട് ആൻസർ പറയുന്നു കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: രാജകൊട്ടാരങ്ങളിലെ ഉൾഭാഗത്തുള്ള വാസസ്ഥലത്തിന് പറയുന്ന പേരെന്ത് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം അന്തപുരം എന്നുള്ളതാണ്. സംഖ്യ 25ന്റെ 8ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: യഹോവ ഫീനഹാസിന് കൊടുത്തത് എന്ത് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം യഹോവയുടെ സമാധാന നിയമം എന്നുള്ളതാണ്. സംഖ്യ 25ന്റെ 12ാമത്തെ വാക്യത്തിലാണ് ഉത്തരം കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രം കാണുന്ന ഒരു സ്ഥലം പുതിയ നിയമ പാഠഭാഗത്തുണ്ട്, ഏതാണ് എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം ദൽമനൂഥ എന്നുള്ളതാണ്. മർക്കോസ് 8ാം അധ്യായം അതിന്റെ 10ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ചോദ്യം: യേശുവിനെ പരീക്ഷിപ്പാൻ വന്ന പരീക്ഷകനോട് യേശു പറഞ്ഞൊരു വാചകം പാഠഭാഗത്ത് യേശു ഒരു ശിഷ്യനോട് പറഞ്ഞിട്ടുണ്ട്, ഏതാണ് ആ വാചകം എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം സാത്താനെ എന്നെ വിട്ടു പോ, ശിഷ്യൻ പത്രോസ് ആണ് കേട്ടോ. മർക്കോസ് 8ാം അധ്യായം അതിന്റെ 33ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. ഫൈനൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: രാജാവ് എന്നർത്ഥം വരുന്ന മറ്റൊരു പദം. അതിന്റെ ഉത്തരം അരജൻ എന്നുള്ളതാണ്. സംഖ്യ 24ന്റെ 7ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതായിരുന്നു 5 ആൻസേഴ്സ്. കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് അയച്ച എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻസ് എന്ന് പറയുന്നത് സംഖ്യ 28 മുതൽ 31 വരെയും മർക്കോസ് 9ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. നമുക്ക് അടുത്ത ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.